വാർത്തകൾ തുടരുന്നു. ഫിഫയിൽ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ ഒറ്റപ്പെടുന്നതിനിടെ പിന്തുണയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇൻഫാന്റിനോയെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ആലോചിച്ചാൽ പോലും ഫിഫയ്ക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. അമേരിക്കൻ സോക്കർ അടക്കം ഫുട്ബോൾ സംഘടനകൾ ഇൻഫാന്റിനോയ്ക്കെതിരെ രംഗത്തെത്തിയതോടെയാണ് പിന്തുണയുമായി ട്രംപിന്റെ രംഗപ്രവേശം. ഇൻഫാന്റിനോ മികച്ച സംഘാടകനാണെന്നും ഇൻഫാന്റിനോയുടെ നേതൃത്വത്തിൽ നടന്ന ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ ലോകകപ്പാണെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഇൻഫാന്റിനോ പദവി ഒഴിഞ്ഞാൽ ഫിഫയ്ക്ക് ഇത്രയും സാമ്പത്തികമായി വിജയകരമായ ടൂർണമെന്റ് നടത്താനാകില്ലെന്നും ട്രംപ് പറഞ്ഞു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയായിരുന്നു പ്രതികരണം. ട്രംപിന്റെ പിന്തുണ ലഭിച്ചെങ്കിലും ഇൻഫാന്റിനോ നേരിടുന്ന പ്രതിസന്ധി അവസാനിക്കില്ല. ഫിഫ മത്സരങ്ങളുടെയും ലോകകപ്പിന്റെയും വാണിജ്യ അവകാശങ്ങളിൽ സ്വകാര്യ നിക്ഷേപം സ്വീകരിക്കാനുള്ള നീക്കം പിൻവലിച്ചെങ്കിലും ഇൻഫാന്റിനോയ്ക്കെതിരായ നിലപാട് ഫുട്ബോൾ സംഘടനകൾ തുടരുകയാണ്. യുവേഫ, ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ, കോൺകക്കാഫ് തുടങ്ങിയ പ്രധാന ഭരണസമിതികൾ ഫിഫയ്ക്ക് തുറന്ന കത്തയച്ച് ഇൻഫാന്റിനോയ്ക്കെതിരെ നിലപാട് കടുപ്പിച്ചു. ഫിഫയുടെ ഭരണത്തിൽ കൂടുതൽ സുതാര്യത വേണമെന്നും പുതിയ നേതൃത്വം ആവശ്യമാണെന്നും ലോകകപ്പ് ആതിഥേയർ കൂടിയായിരുന്ന അമേരിക്കൻ സോക്കറും കാനഡയും ആവശ്യപ്പെട്ടു. ഇൻഫാന്റിനോ യുവേഫ ജനറൽ സെക്രട്ടറി ആയിരിക്കെ അധികാരം ദുരുപയോഗം ചെയ്തെന്നും ജീവനക്കാർക്ക് വഴിവിട്ട് പണം നൽകിയെന്നുമുള്ള ആരോപണങ്ങളും ശക്തമാണ്. എന്നാൽ ഇൻഫാന്റിനോയ്ക്കെതിരെ ആസൂത്രിത നീക്കമാണ് നടക്കുന്നതെന്നാണ് ഫിഫയുടെ നിലപാട്. എതിർപ്പ് ശക്തമാകുന്നതിനിടെ 2030 ലോകകപ്പ് ഫൈനൽ മൊറോക്കോയിൽ നടത്താനാണ് ഫിഫയുടെ നീക്കം. സ്പെയിനും പോർച്ചുഗലും മുഖ്യാതിഥേയരാകുന്ന ലോകകപ്പിന്റെ ഫൈനൽ മൊറോക്കോയ്ക്ക് നൽകുന്നത് ആഫ്രിക്കൻ ഫുട്ബോൾ ഭരണസമിതികളുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള നീക്കമായാണ് വിലയിരുത്തൽ. അടുത്ത വർഷം മാർച്ചിൽ ഫിഫ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇൻഫാന്റിനോയുടെ ഭാവി നിർണായക ഘട്ടത്തിലാണ്. ഫിഫയിലെ അധികാരപ്പോരിൽ ഇനി ഇൻഫാന്റിനോയുടെ നീക്കങ്ങൾ എന്താകുമെന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഫുട്ബോൾ ലോകം. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.